എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ആദിത്യൻ ബി. ഞാൻ 9 ബിയിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ വായിച്ച ഒരു ചെറുകഥയെ പറ്റിയാണ്. മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥയെ പറ്റി. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവജാലങ്ങൾക്കെല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുന്ന ബഷീറിന്റെ കഥയാണ് ഭൂമിയുടെ അവകാശികൾ എന്നത്. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ബഷീർ എന്ന സാഹിത്യകാരനെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ കൃതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബഷീർ എന്ന ഗൃഹനാഥനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന കുറെ ജീവജാലങ്ങളുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. താൻ വില കൊടുത്തു വാങ്ങിയ തനിക്ക് മാത്രം അവകാശപ്പെട്ട ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാ ജീവജാലങ്ങളെയും ആക്രമിക്കാനോ കൊല്ലുവാനോ ആട്ടിപ്പായ്ക്കുവാനോ ആ ഗൃഹനാഥൻ തയ്യാറാകുന്നില്ല. പക്ഷേ പ്രായോഗിക ചിന്താക്കാരിയായ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ സമയത്ത് അവിടെ കടന്നു വരുന്നു. അവർക്ക് ഈ ഉപദ്രവകാരികളായിട്ടുള്ള ആർക്കും ഉപയോഗമൊന്നുമില്ലാത്ത ഈ ജീവജാലങ്ങളെയെല്ലാം കൊന്നൊടുക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. പാമ്പുകളെ കണ്ടപ്പോഴും പഴുതാര കടിച്ചപ്പോഴും അതൊന്നും സാരമില്ല, അവയെ കൊല്ലരുതേ എന്ന് അദ്ദേഹം ഭാര്യയോട് യാചിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഈശ്വര സൃഷ്ടികളാണ് എന്നൊരു ചിന്ത അദ്ദേഹം നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. തൊടിയിലെ പഴവർഗ്ഗങ്ങളൊക്കെ കാക്കയും അതുപോലെ തന്നെ മറ്റ് അണ്ണാനും ഒക്കെ തിന്നുന്നു എന്ന് ഭാര്യ പരാതി പറയുമ്പോൾ അത് ഒന്നും സാരമില്ല, നമുക്ക് ഈ ഭൂമിയിൽ അവകാശമുള്ളതുപോലെ തന്നെ ഈ ജീവജാലങ്ങൾക്കെല്ലാം ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളിൽ അവകാശമുണ്ടെന്ന് അദ്ദേഹം അടിയുറച്ചു പറയുന്നു. 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ കൊന്നൊടുക്കും. മാത്രമല്ല മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളൊക്കെയും ഇവിടുന്ന് നശിക്കും. അങ്ങനെ അവസാനം മനുഷ്യൻ മാത്രം അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാവും എന്ന് ബഷീർ പറയുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹം പച്ചപ്പില്ലാത്ത മൃഗങ്ങളും പക്ഷികളും ഒന്നുമില്ലാത്ത ചന്ദ്ര ഉപരിതലത്തെ വെറും പാഴ്സ്ഥലങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഭൂമിയുടെ ആ ജൈവ വൈവിധ്യമാർന്ന ഭൂമിയുടെ ആ ചിത്രവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ ജീവജാലങ്ങളെല്ലാം നിലനിന്നാൽ മാത്രമേ നമുക്കും ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്നെന്താണ് സ്ഥിതി? പലപ്പോഴും മനുഷ്യർ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇറങ്ങി മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് കാരണമാകുന്നു. സുസ്ഥിര വികസനത്തിലൂടെ മാത്രമേ നമുക്ക് ഇവയൊക്കെ നേരിടാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്നിനെയും നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ എന്ന അദ്ദേഹത്തിന്റെ ഈ കഥയിലൂടെയുള്ള അന്വേഷണത്തിന് ഇന്നും പ്രസക്തി ഏറി വരികയാണ്. വളരെ ഹാസ്യപരമായിട്ടാണ് അദ്ദേഹം ഈ ചെറുകഥ എഴുതിയിട്ടുള്ളത്. മനുഷ്യർക്ക് വളരെ രസകരമായി ഈ ചെറുകഥ വായിച്ചെടുക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മനോഹരമായ രീതിയിലാണ് ആദർശവാദിയായ ഭർത്താവും അതുപോലെ തന്നെ പ്രായോഗിക ചിന്തക്കാരിയായിട്ടുള്ള ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ അദ്ദേഹം ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കഥ വായിക്കാൻ ഏത് നിസ്സാരക്കാരനും എളുപ്പം സാധിക്കും. മാത്രമല്ല ഹാസ്യപരമായി എഴുതിയിരിക്കുന്നതിനാൽ തന്നെ വളരെ എല്ലാവർക്കും ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞതും ഒപ്പം ഒരു വലിയ പാഠം നമുക്ക് ഈ ലോകത്തിന് മുന്നിൽ പങ്കുവെക്കുന്നതുമായ ഒരു ചെറുകഥയാണ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ. ഈ ചെറുകഥ വായിച്ചു തീരുന്ന ഏതൊരു മനുഷ്യന്റെയും ഹൃദയം ഒന്നടങ്കം പറയും, സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ.